കോഴിക്കോട് ജില്ലയെ അവഗണിച്ച് UDF 13 സീറ്റിൽ 12-ൽ വിജയിച്ചിട്ടും മന്ത്രിസ്ഥാനമില്ലാത്തതിൽ പ്രതിഷേധം ശക്തം. വടകര പുറമേരിയിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ തെരുവിലിറങ്ങിയാണ് പ്രതിഷേധിച്ചത്. രണ്ടാം പിണറായി സർക്കാരിൽ കോഴിക്കോട് നിന്ന് 3 മന്ത്രിമാരുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടും UDF നേതൃത്വം നീതി കാട്ടിയില്ല എന്ന വികാരം കോൺഗ്രസ് ലീഗ് പ്രവർത്തകരിൽ ശക്തമാണ്. ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികളെ കോൺഗ്രസും ലീഗും തഴഞ്ഞു. കോഴിക്കോട് നിന്ന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും ജില്ലയ്ക്ക് ഇത്തവണ മന്ത്രിമാരില്ല. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും KPCC ജനറൽ സെക്രട്ടറി ജയന്തിനെയും പരിഗണിച്ചില്ല. കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയെ അവസാന നിമിഷം ലീഗും വെട്ടി. നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചാണ് ഞായറാഴ്ച വൈകിട്ട് പുറമേരിയിൽ യൂത്ത് ലീഗ് പ്രകടനം നടന്നത്. രണ്ടാം ടൈമിൽ പാറക്കൽ അബ്ദുള്ളക്ക് അവസരം നൽകുമെന്ന് അറിയിച്ച് പ്രതിഷേധം തണുപ്പിക്കാനാണ് ലീഗ് ശ്രമം. ഒരു മന്ത്രിസ്ഥാനം പോലും നൽകാത്തതിൽ വലിയ അതൃപ്തിയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടിയിട്ടും എന്തുകൊണ്ട് ജില്ലയെ തഴഞ്ഞു എന്നതിന് നേതൃത്വം മറുപടി പറയണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. 20 വർഷത്തിന് ശേഷം 5 MLA-മാർ ജയിച്ചു കയറിയിട്ടും ഒരാൾ പോലും മന്ത്രിയായില്ല എന്നത് കോൺഗ്രസിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. സത്യപ്രതിജ്ഞാ ദിനത്തിൽ ആളും ആരവുമില്ലാതെ DCC ഓഫീസ് ശാന്തമായിരുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.